ഹലോ ഗൈസ്, ലക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വാവയുടെ നൂലുകെട്ട് വീഡിയോ ആണ്. അപ്പം നമ്മൾ എന്താ പറയുക, വിചാരിച്ചതിലധികം ഭയങ്കര ഭംഗിയായിട്ട് കാര്യങ്ങൾ ചടങ്ങുകളൊക്കെ നടന്ന് വിളിച്ച ആൾക്കാരെല്ലാവരും ഒക്കെ വന്നു. ആ സമയത്ത് കുറച്ച് ആൾക്കാരെ വന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജോലിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ പോയിട്ടേ വരുള്ളൂ. നമ്മൾ വിളിച്ച സമയത്തേ പറഞ്ഞിരുന്നു. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ രാവിലെ എണീറ്റുള്ള കണിയെന്ന് പറയുന്നത് തലേ ദിവസമേ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതായിരുന്നു. അപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ഈ ഒരു മോഡലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നു. ഇത് ചെയ്തു തന്നത് വേറെ ആരുമല്ല, ചേട്ടൻ്റെയും കിച്ചുൻ്റെയും ഫ്രണ്ട്സാണ്. അപ്പോൾ ഹെവൻ കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്സ് മാനേജ്മെൻറ്റാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. തലേ ദിവസം രാത്രി വന്ന് അവരെല്ലാം സെറ്റ് ചെയ്തിട്ട് പോയി. അപ്പോൾ രാവിലെ ചേട്ടനാണെങ്കിൽ വീട് ഫുള്ളും നമ്മുടെ വീടിൻ്റെ ഫുള്ള് സത്യം പറഞ്ഞാൽ മുളയാണല്ലോ. അപ്പോൾ മുളയിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ബാബയുടെ ന്യൂബോൺ ഷൂട്ടിനെടുത്ത ഫോട്ടോയാണിത്. അപ്പോൾ അതിൽ തന്നെയാണ് ഒരു നെയിമിങ് സെറിമണിയുടെ ബോർഡൊക്കെ ചെയ്തത്. പിന്നെ അവിടെ കോൺടാക്ട് നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുഡും ഈ ഡെക്കറും ഒക്കെ ചെയ്തത് അവരാണ്. സോ നിങ്ങൾക്കും ഇതുപോലെ ഡെക്കറേഷനിൽ അടിപൊളിയായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാ തരം ഡെക്കറേഷൻസ് അവർ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി. ഇനി നമ്മളെല്ലാവരും കൂടെ ഒന്ന് റെഡിയായി ആ ചടങ്ങൊന്ന് നടത്തിയാൽ മതി. എന്തായാലും രാവിലെ 11 മണിക്കാണ് സമയമുണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വന്നിട്ട് നമ്മൾ ആ ചടങ്ങും കൂടെ അങ്ങ് ചെയ്യും. അമ്മ അവളെ എണ്ണ തേപ്പിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ വേറൊരു ലക്കിക്കുട്ടനാണെങ്കിൽ എവിടെയാണെന്ന് പോലും അറിഞ്ഞൂടെ, എണീറ്റതേ ഒരു വല്ലാത്ത ഒരു ഇതിലാണ്. നമ്മളിവിടെ ഇടത് വാക്ക് എണീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൂഡ് നല്ലതായിരിക്കില്ല എന്നാണ് നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം. അത് കറക്റ്റാണ് ഒരു കാര്യം. അപ്പം അവൻ്റെ കുളിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വീടിൻ്റെ ഒരു വളയവും കിടന്നിങ്ങനെ കറങ്ങണം. എവിടെയാണെന്ന് അറിഞ്ഞൂടാ. എന്നെ തേക്കുന്നതേ അവർക്ക് ഇഷ്ടമില്ല. കാണിക്കുന്നുണ്ടില്ലേ? അയ്യോ അയ്യോ അയ്യോ. നമ്മൾ പാളയിൽ കിടത്തിയാണ് ബാവേനെ കുളിപ്പിക്കുന്നത്. പിന്നെ അവള് ഡ്രസ്സൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ടാണ് കാണിക്കട്ടെ. അങ്ങനെ വാവയുടെ കുളിയൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് നമ്മൾ പുരുവൊക്കെ എഴുതി കണ്ണൊക്കെ എഴുതാൻ പോവാണ്. അതിനിടയ്ക്ക് ലക്കിക്കുട്ടൻ വന്നിട്ട് അവന് എഴുതി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞ് ഇത് ഇവക്ക് എഴുതി കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞാവയ്ക്ക് എഴുതി കൊടുത്തിട്ട് മക്കൾക്ക് എഴുതി തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ അവൻ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം അച്ഛനും വന്ന് ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞ് നല്ല കട്ടിക്ക് എഴുതണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ എഴുതി. ഞാൻ തന്നെയാണ് പുരുവൊക്കെ വരച്ചു കൊടുത്തത്. ഞാൻ വാവേനെ ഒരുക്കുന്നത് വേറൊരാളെ കാണിച്ചു തരാം. ഒരാളെ തനിയെ എവിടെ? ഓ, ഇതാര്? അത് ലക്കി തന്നെ ബ്യൂട്ടീഷ്യൻ ചെയ്തിരിക്കണേ. അടുത്ത് വീണ്ടും കുത്താൻ പോണ്. ഞാൻ എങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാണ് അവ അതുപോലെ ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ. എനിക്ക് റെഡി ആവാനായിട്ട് താമസം 3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണം. മേക്കപ്പ് ഒന്നുമില്ല, ഞാൻ തന്നെയാണ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇത് അവള് ഇങ്ങനെ കോളമാക്കിയടി കൈ കൊണ്ട കൈ ഉണ്ടല്ലോ ഇങ്ങനെ വരച്ചു കൊടുത്തോണ്ടിരുന്നേ. മതിയല്ല. അപ്പോൾ ഗൈസ്, ഞാൻ സ്വന്തമായി ഒരുങ്ങിയതാണ്. എങ്ങനെയുണ്ട്? അപ്പം എൻ്റെ കോസ്റ്റ്യൂം കാണാൻ പറ്റില്ല. അത് നല്ല ഞാൻ കാണിച്ചു തരാം. ഇത് ഡിസൈൻ ചെയ്തത് നോവ ബൊട്ടിക്കാണ്. ഞാൻ സ്ഥിരം അവരുടെ കസ്റ്റമറാണ്. അപ്പോൾ ഇപ്രാവശ്യം ബാവയുടേതും എൻ്റെതും ഒക്കെ ഡിസൈൻ ചെയ്ത് തന്നത് നോവ ബൊട്ടിക്കാണ്. ഇങ്ങനെ വെളിയിലോട്ട് പോകും. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചടങ്ങിനുള്ള സമയമായി. ഏതാണ്ട് 11 മണി അടുപ്പിച്ചായി.
പിള്ളേരെ കോസ്റ്റ്യൂം ഇതാണ്, സെറ്റുമുണ്ട്. ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. നമുക്ക് 11 മണിക്കാണ് ചടങ്ങ്. വിളക്ക് എത്തിയണം. റെഡിയാക്കി എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ശരി. മിണ്ടൂലേ കൂട്ടുകാരൻ്റെ കൂടെ? ടീച്ചർ വരുമല്ലോ. ടീച്ചർ വരുമെന്ന്. അമ്പിളി ടീച്ചർ ബിന്ദു ഇല്ലേ അവിടെ? ടീച്ചർ ബിന്ദു വരും. ബിന്ദു വന്നിരിക്കുന്നതാ വെളിയിൽ. ഇതോട്ട് വെളിയിൽ വന്നിരിക്കുന്നേ ബിന്ദു. അപ്പൊ വെളിയിൽ വന്നിരിക്കുന്നേ. വിളിച്ചോണ്ടാ മക്കള് പോയി? ഉറക്കം വരണം, രാത്രിയത്തെ ഉറക്കം. കിടന്നോ? ചടങ്ങ് നടക്കുന്ന സമയമാണെങ്കിൽ ലക്കിക്കുട്ടൻ കുഞ്ഞാവയ്ക്ക് കെട്ടാനിരുന്ന നൂലും അരഞ്ഞാണൊക്കെ എടുത്തുകൊണ്ട് അവൻ കളിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെയാണ് അവൻ്റെ നിന്ന് അത് വാങ്ങിയത് തന്നെ. പക്ഷെ ഒട്ടും തന്നെ അവൻ തന്നില്ല. ഭയങ്കര വാശിയും ബഹളമൊക്കെ ആയിരുന്നു. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടെ. ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇന്ന് അവൻ എണീറ്റത് തന്നെ ഇടതുവാക്കായിരുന്നു. പിന്നെ രാത്രിയൊക്കെ ഉറക്കമില്ലായ്മ അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം കുഞ്ഞ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അവൻ്റെ കയ്യിൽ നിന്ന് അരഞ്ഞാണവും നൂലും ഒക്കെ വാങ്ങിയത്. പിന്നെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞു അവയ്ക്ക് നൂല് കെട്ടിക്കൊടുക്കുന്നത് അമ്മയായിരിക്കണമെന്ന്. അപ്പം കെട്ടിക്കോട്ടെ മക്കളെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു അമ്മ കെട്ടിക്കോ, അമ്മ തന്നെയല്ലേ കെട്ടേണ്ടതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ബാവാച്ചിക്ക് അമ്മയാണ് നൂല് കെട്ടി കൊടുത്തത്.
നൂലുകെട്ട് ചടങ്ങ് കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുപോയി പാലൊക്കെ കൊടുക്കണമല്ലോ. ഇപ്പോൾ പാലൊക്കെ കൊടുത്ത് പിന്നെ വലിയ കരച്ചിലും ബഹളമൊന്നുമില്ലായിരുന്നു. ലക്കി മോനല്ല, മിക്ക കുഞ്ഞുങ്ങളും നൂല് കെട്ടുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരിക്കും. പക്ഷെ എന്തോ ഇവള് കരഞ്ഞൊന്നുമില്ല. രാവിലെ അല്ലായിരുന്നു കേട്ടോ ആൾക്കാർ വന്നത്. കൂടുതലും വൈകുന്നേരം ആയപ്പോഴത്തേനാണ് ആൾക്കാർ വന്നത്. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ്റെയും കിച്ചുവിൻ്റെയും ഫ്രണ്ട്സ് പിന്നെ അയൽപ്പക്കക്കാർ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ എല്ലാം കഴിഞ്ഞ് ലക്കിമോൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. കുറേ നേരം എന്തൊക്കെയോ സ്റ്റെപ്പിട്ട് ഇങ്ങനെ തുള്ളിക്കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 10 മണിയായി. ആൾക്കാരൊക്കെ പോയി. പിന്നെ കുറച്ച് പയ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പിന്നെ സ്റ്റേജൊക്കെ അഴിക്കുന്ന ആ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ വേറെ ഒന്നുമില്ല, എല്ലാം നല്ല അടിപൊളിയായിട്ടൊക്കെ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് കിച്ചു റീലെന്തോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വാവയുടെ പേര് നിങ്ങൾ കണ്ടല്ലോ, ഇതൾ എന്നാണ്. ഗൈസ്, നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസമായി. അപ്പം ഇന്നലെ എല്ലാം ഒതുക്കി കിടന്നപ്പോഴത്തേനും ഒരു സമയമൊക്കെ ആയി, ഏതാണ്ട് 1 മണിയൊക്കെ ആയി. അപ്പം എന്താ പറയുക, എല്ലാം മംഗളകരമായി തന്നെ നടന്നു വാവയുടെ ചടങ്ങുകളൊക്കെ. അപ്പം നമ്മൾ ഈ നൂലുകെട്ട് നമ്മളെ രീതിയിൽ എന്തൊക്കെയോ ചെയ്തതാണ്. അപ്പം നിങ്ങളിത് കാണുമ്പോൾ പലർക്കും അയ്യോ ഇങ്ങനെയല്ലല്ലോ, അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പല അഭിപ്രായങ്ങളൊക്കെ കാണും. പക്ഷേ നമ്മളെ വീട്ടിലുള്ള ഇത്രയും അംഗങ്ങളുടെ അഭിപ്രായത്തോടു കൂടി ചെയ്തതാണ് ഈ ഒരു കാര്യം. ലക്കിക്കുട്ടനെ നമ്മൾ എന്താ പറയുക, വിളക്ക് എത്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നൂല് കെട്ടിയതേ ഉള്ളൂ. അതിങ്ങനെ ഇരുന്നിട്ടുമല്ല കെട്ടിയത്, അല്ല കസേരയിൽ ഇരുന്നിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പം ഇപ്പം നമ്മൾ സ്റ്റേജൊക്കെ കെട്ടിയുണ്ട് വിചാരിച്ച് കുറേ വീഡിയോസൊക്കെ കണ്ട് ഓരോരുത്തർ നൂല് കെട്ട് ചടങ്ങ് എങ്ങനെയൊക്കെയാണ് ചെയ്യണേന്നൊക്കെ. അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് എൻ്റെ വാവയ്ക്കും നൂല് കെട്ടി, അമ്മയാണ് നൂല് കെട്ടി. അതെന്ന് പറഞ്ഞാൽ ലക്കിക്ക് ചേട്ടനാണേ നൂല് കെട്ടിയത്. അപ്പം ഇത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മയ്ക്ക് ആഗ്രഹമാണ് നൂല് കെട്ടി കൊടുക്കണമെന്ന് വാവയ്ക്ക്. അപ്പം പറഞ്ഞു ആ നൂല് കെട്ടി, അമ്മയുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ എന്നുള്ളത്. അങ്ങനെ നൂലൊക്കെ കെട്ടി. പിന്നെ എന്താ പറയുക, വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും